BDJS മത്സരിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് ഇന്നറിയാം. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് മത്സരിക്കും. ഇടുക്കിയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥിയാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഉച്ചയ്ക്ക് 1 മണിയോടെ കോട്ടയത്തുണ്ടാകും. ടി പി പ്രശാന്ത് നൽകും കൂടുതൽ വിവരങ്ങൾ കോട്ടയത്ത് നിന്ന്. ടി പി പ്രശാന്ത്, തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് തന്നെയെന്ന് ഉറപ്പിക്കുന്നോ? മറ്റിടങ്ങളിൽ മറ്റ് 3 സീറ്റുകളിൽ ആരൊക്കെ? BDJSന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർത്തലയിൽ കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. അതിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള അന്തിമ ധാരണയായിരുന്നു. എന്നാൽ ഇടുക്കി സീറ്റിൽ മാത്രമാണ് ധാരണ ഇപ്പോഴും. അതായത് തുഷാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് സ്ഥാനാർത്ഥി ആരെന്ന് നിശ്ചയിക്കാൻ. അതേസമയം കോട്ടയം ലോക്സഭാ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, പിന്നീടുള്ളത് ചാലക്കുടി മണ്ഡലത്തിൽ SNDPയുടെ വനിതാ വിഭാഗം നേതാവായിട്ടുള്ള ES ശീവയെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം മാവേലിക്കരയിൽ ബൈജു കലാശാലയായിരിക്കും BDJS സ്ഥാനാർത്ഥിയായി രംഗത്ത് ഇറങ്ങുക. എന്നാൽ ഇടുക്കി സീറ്റിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആരെന്ന് നിശ്ചയിക്കാൻ വേണ്ടി തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഇടുക്കിയിൽ SNDPയുടെ മുൻനിര നേതാക്കന്മാരും തന്നെ മത്സരിക്കാൻ രംഗത്തേക്ക് വരികയാത്തൊരു സാഹചര്യത്തിൽ ഇടുക്കിയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഇടുക്കിയിലെയും അതുപോലെ ഉടുമ്പൻചോലയിലെല്ലാം തന്നെ മുൻ MLA ആയിരുന്ന മാത്യു സ്റ്റീഫന്റെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഘടകകക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള BJPയുമായി കൂടി ആലോചിച്ച ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ കോട്ടയത്തായിരിക്കും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുക. PK കൃഷ്ണദാസ്, K സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാരും കോട്ടയത്ത് എത്തും. 1 മണിയോടുകൂടി തന്നെ BDJSന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. ഓക്കെ, ടി പി പ്രശാന്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. BDJSന്റെ 4 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ഉച്ചയോടെ അറിയാം.